നമസ്കാരം, ഞാൻ രജീഷ്. ചിലർ എന്നോട് വന്ന് സങ്കടം പറയാറുണ്ട്. ഞാനൊരു 4-5 വർഷമായി രാപ്പകലില്ലാതെ പരിശ്രമിക്കുകയാണ് സർക്കാർ ജോലിക്കായി. പക്ഷേ ലിസ്റ്റിൽ പോലും കയറുന്നില്ല. എന്നാൽ നന്നായി പഠിക്കുന്നുമുണ്ട്. എന്താണ് ഞാൻ ചെയ്യുക? ഏത് പൂജയാണ് ഞാൻ നടത്തേണ്ടത് എന്നൊക്കെ. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവർക്കും സർക്കാർ ജോലി ലഭിക്കണമെന്നില്ല. അതിന് ഗ്രഹനിലയിൽ യോഗമുണ്ടെങ്കിൽ മാത്രമേ ലഭിക്കൂ. ഇനിയിപ്പോൾ യോഗമുണ്ടെങ്കിലും നന്നായി പഠിച്ചില്ലെങ്കിൽ ലഭിക്കുകയില്ല. അതായത് ധനു, മീനം, മകരം, കർക്കടകം ഈ രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ കുജൻ നിൽക്കുക, ധനു, മേടം ഈ രാശികളിൽ ഒന്നിൽ ആദിത്യൻ നിൽക്കുക, കന്നി, ധനു രാശികളിൽ ബുധൻ നിൽക്കുക, ധനു, മീനം, വൃശ്ചികം, ചിങ്ങം ഈ രാശികളിൽ വ്യാഴം നിൽക്കുക, മകരം, മീനം, ധനു രാശികളിൽ ശനി നിൽക്കുക, വൃശ്ചികം, മകരം രാശികളിൽ ചന്ദ്രൻ നിൽക്കുക, ഇടവം, മിഥുനം രാശികളിൽ ശുക്രൻ നിൽക്കുക. ഈ വിധം രാശികളിൽ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താൽ ആ ജാതകന് സർക്കാർ ജോലി ലഭിക്കാൻ പ്രേരണ നൽകുന്നവർ ആയിരിക്കും. ഗ്രഹങ്ങൾക്ക് ബലവും ശുഭയോഗവും അല്ലെങ്കിൽ ശുഭദൃഷ്ടിയും, നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് നീചഭംഗത്വവും ഉണ്ടായിരിക്കുമെന്നുള്ളത് നിർബന്ധമാണ്. മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ വ്യാഴത്തിൻ്റെയോ കുജൻ്റെയോ ദൃഷ്ടി ഉണ്ടായാൽ സർക്കാർ ജോലി ഉറപ്പാണ്. കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ കുജൻ്റെ ദൃഷ്ടി ഉണ്ടായാൽ ജാതകൻ പോലീസിലോ പട്ടാളത്തിലോ നിയമവകുപ്പിലോ ഉദ്യോഗസ്ഥനാകുമെന്നാണ് ഫലം. കുജൻ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബലവാനായി നിൽക്കുകയും വ്യാഴം വീക്ഷിക്കുകയും അതോടൊപ്പം കുജന് ലഗ്നാൽ ഏതെങ്കിലും ഒരു കേന്ദ്രഭാവ സ്ഥിതി വരികയും ചെയ്താൽ സർക്കാർ സംബന്ധമായ ജോലി ലഭിക്കുമെന്ന് ഉറപ്പാണ്. വർഗോത്തമം ചെയ്തു കർക്കടകത്തിൽ ചന്ദ്രനെ ജലരാശിയായ മീനത്തിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിക്കുകയും ആ വ്യാഴത്തിന് 4-ാം ഭാവാധിപത്യം സിദ്ധിച്ചിരിക്കുകയും ചെയ്താൽ ജാതകന് ജലവാഹന സംബന്ധമായ ഉയർന്ന ജോലി ലഭിക്കുമെന്നാണ്. ഇനി ചന്ദ്രൻ്റെ 10-ാം ഭാവത്തിൽ ശുഭഗ്രഹവും യാതൊരു പാപൻ്റെയും യോഗദൃഷ്ടി ഇല്ലാതെ വന്നാലും ചന്ദ്രലഗ്നാധിപനായ ഗ്രഹം ശുഭനുമായിരിക്കുകയും ചെയ്താൽ ഉയർന്ന ഉദ്യോഗവും കീർത്തിയും ലഭിക്കുമെന്നാണ്. കർക്കടകത്തിൽ ചന്ദ്രൻ, മീനത്തിൽ വ്യാഴശുക്ര ബുധനും എന്നീ ഗ്രഹങ്ങളും മേടത്തിൽ സൂര്യനും ഇടവത്തിൽ രാഹുവും നിൽക്കുമ്പോൾ ജാതകൻ ഡോക്ടറായി ഭവിക്കും. 2-ാമിടത്ത് കേതുവും, കേതു നിൽക്കുന്ന രാശിയുടെ അധിപൻ 9-ാം ഭാവത്തും നിന്നാൽ ഒരു നല്ല വാക്ചാതുര്യമുള്ള വക്കീലായി ഭവിക്കും. ചിങ്ങലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും 2-ാമിടത്ത് ബുധൻ ആദിത്യൻ്റെ യോഗവും 5-ാമിടത്ത് ചന്ദ്രൻ നിൽക്കുകയും ചെയ്താൽ സർക്കാർ ജോലിയുള്ള അധ്യാപകനായി തീരുമെന്നാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും നന്നായി പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടുകയില്ല. പിന്നെ ശത്രുദോഷവും പ്രധാന കാരണമാണ്. ഇത് നിങ്ങളുടെ നാമനക്ഷത്രങ്ങൾ വെച്ച് പ്രശ്നം ചിന്തിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ പ്രധാനമായും ശത്രുദോഷങ്ങൾ വന്നു ചേരുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ വന്നു ചേർന്നിരിക്കുന്ന ദോഷങ്ങൾ പൂർണ്ണമായും മാറ്റിയതിന് ശേഷം ഗ്രഹനിലയിൽ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ, സർക്കാർ യോഗമായിട്ടുള്ള ജോലി കിട്ടാനുള്ള ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് ഈ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊടുത്താൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായും കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.